ശ്രീരാമൻ ഞങ്ങളുടെ പൂർവികർ. ഇനിയുള്ള ജീവിതം ശ്രീരാമചന്ദ്രനെ ആരാധിച്ച് മുന്നോട്ടു പോകണം. ഗുരുപൂർണിമ ദിനത്തിൽ 151 മുസ്ലിങ്ങളാണ് കാശിയിൽ ഗുരുദീക്ഷ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. ശ്രീരാമനെ പൂർവികനായി കരുതുന്ന മുസ്ലിം സമുദായത്തിലെ 151 പേരാണ് ഗുരുദീക്ഷ സ്വീകരിക്കുക. കാശിയിൽ ആദ്യമായാണ് ഇത്തരം ഒരു പരിപാടി നടക്കാൻ പോകുന്നത് എന്ന് പാതാളപുരി മഠത്തിലെ പീഠാധീശ്വർ ജഗദ്ഗുരു ബാലാചാര്യ പറയുന്നു. സനാതന പാരമ്പര്യം ഇത് ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിന് ഈ പരിപാടി മാതൃക സൃഷ്ടിക്കും. ഇനിയുള്ള കാലം ഇസ്ലാമിൽ നിന്ന് മാറി ശ്രീരാമദേവനെ പൂജിച്ചാകും ഇവർ കഴിയുക. ജഗദ്ഗുരു രാമാനന്ദാചാര്യർക്ക് മുന്നിൽ നിന്നാണ് സംഘം ദീക്ഷ സ്വീകരിക്കുക. ഗുരുപൂർണിമയിൽ പാതാളപുരി മഠത്തിൽ മഹത്തായ പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നിരവധി മുസ്ലിങ്ങൾ ശ്രീരാമനെ തങ്ങളുടെ പൂർവികനായി കണക്കാക്കുന്നുവെന്ന് പാതാളപുരി മഠത്തിന്റെ ട്രസ്റ്റിയും രാംപന്ത് പന്താചാര്യനുമായ ഡോക്ടർ രാജീവ് ശ്രീ ഗുരുജി പറഞ്ഞു. ഹോളി, ദീപാവലി, ശ്രീരാമ ആരതി തുടങ്ങിയത് മുസ്ലിം സ്ത്രീകൾ സംഘടിപ്പിക്കുന്ന ചില പരിപാടികളാണ്. ഇത് ലോകത്തിന് മുഴുവൻ വളരെ വ്യത്യസ്തമായ സന്ദേശം നൽകാറുണ്ട്. ദീപാവലി ദിനത്തിൽ വാരണാസിയിൽ മുസ്ലിം സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആരതി ഏറെ പ്രസിദ്ധമാണ്. വാരണാസിയിലെ ലമാഹിയിലുള്ള വിശാല ഭാരത് സംസ്ഥാനിലാണ് ദീപാവലി ദിനത്തിൽ ഈ പൂജ നടക്കാറ്. അയോധ്യ എന്നത് നമ്മുടെ തീർത്ഥാടനത്തിന്റെ പേരാണ്. അവിടെ ഹിന്ദ് ഇമാം ശ്രീരാമൻ വസിക്കുന്നു എന്ന് തുടങ്ങിയ ഗാനങ്ങളും ഇവർ ആലപിക്കാറുണ്ട്. ശ്രീരാമൻ നമ്മുടെ പൂർവികനാണ്. നമുക്ക് നമ്മുടെ പേരും മതവും മാറ്റാം, പക്ഷെ നമുക്ക് എങ്ങനെ നമ്മുടെ പൂർവികനെ മാറ്റാനാകും? ശ്രീരാമനെ സ്തുതിച്ചു പാടുന്നത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള വിടവ് കുറയ്ക്കുക മാത്രമല്ല, സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു.